പോണോന്നല്ലേ പറഞ്ഞേ? മൺഡേ മോർണിംഗ് എന്നാ പറഞ്ഞേ. കേറി സംസാരിച്ചു. എന്റെ അപ്പനും നമസ്കാരം, വണക്കം, വെൽക്കം. വിഷു ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിഷുദിന ആശംസകൾ. ഒരു സഞ്ചാരിക്ക് ഏറ്റവും വേണ്ടത് മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുത്ത് സംസാരിച്ച് ഇടപഴകുവാനുള്ള കഴിവാണ്. അതില്ലെങ്കിൽ അത് പഠിക്കണം. അരുണിമയുടെ ഭാഗത്തു നിന്നും വളരെ മോശമായിട്ടുള്ളൊരു പ്രകടനമാണ് അവിടെ നടന്നത്. ഇന്നലെ നമ്മൾ അരുണിമയുടെ ആ വീഡിയോയെ കുറിച്ചിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അരുണിമ സംസാരിച്ച കുറെ കാര്യങ്ങളും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. മക്കളാണ്, ഒരു 20 വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ഇപ്പൊ രാത്രി സമയം 12 മണിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ 12 മണിക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയാ, എനിക്കറിയില്ല ഞാൻ ഇപ്പൊ ഇവിടുന്ന് എങ്ങോട്ടാ പോവാന്നുള്ളത്. പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഈവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് ഈ രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. കാരണം അവർക്കൊരു മനസ്സില്ലല്ലോ, എനിക്കൊരു മനസ്സുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ആരെയും വിളിച്ച് ഈ രാത്രി ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും മറ്റൊരു രാജ്യത്ത് മറ്റൊരാളുടെ ഹെൽപ്പോടെ അവിടെ പോയി എന്നുള്ള വിചാരമോ ചിന്തയോ ഒന്നുമില്ലാതെ വളരെ പക്വത കുറവുള്ള ഒരു പെരുമാറ്റമാണ് അരുണിമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പിന്നെ ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിലും വിദേശ സിറ്റിസൺ ആയവർക്ക് ഇന്ത്യൻ എയർപോർട്ടിൽ അവർ താമസിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലെ ഡീറ്റെയിൽസും അക്കോമഡേറ്റ് ചെയ്യുന്ന ആളിൻ്റെ പേര്, ഫോൺ നമ്പർ, ഡീറ്റെയിൽസ് ഒക്കെ എമിഗ്രേഷനിൽ കൊടുക്കണം. അത് വളരെ കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം തിരിച്ച് ഇവർ നാട്ടിൽ ചെല്ലുന്നത് വരെ ഈ പറഞ്ഞ വ്യക്തിക്കാണ് ഇതിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം. അരുണിമ വന്നിട്ട് ന്യൂജേഴ്സിയിലെ ജോർജ് എന്ന സുഹൃത്തിൻ്റെ അടുത്തേക്കാണ് ചെന്നത്. അത് എല്ലാവരും കണ്ടു കാണും. ജോർജ് വന്ന് പിക്കപ്പ് ചെയ്യുന്നതും ജോർജിൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. ജോർജ് വന്നിട്ട് 70 വയസ്സുള്ളൊരു വ്യക്തിയാണ്. ആ പുള്ളിയുടെ വീട്ടിലാണ് അരുണിമ താമസിച്ചത്. പിന്നെ അവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും അവിടെ നിന്നും ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞ് രാത്രി സമയം ഒരു ലൈവൊക്കെ പുള്ളിക്കാരി ചെയ്തിരുന്നു. ഇത് കണ്ടിട്ട് അരുണിമയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. കാരണം അർദ്ധരാത്രി ഒരു പെൺകുട്ടിയെ തനിച്ച് അറിയാത്ത ഒരു സ്ഥലത്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിടുക അത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് അരുണിമ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിട്ട് എല്ലാവരും ആദ്യം അരുണിമയെ സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ അന്നത്തെ ലൈവില് അരുണിമ ആകട്ടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. US-ലാണ്, ന്യൂജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാനിതാ ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീട്ടില് എനിക്ക് 4 വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത്. ആള് ഭയങ്കര പാവമായിരുന്നു. എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു. ഞാൻ ഈ പുള്ളിക്കാരന്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു. അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും, അതായത് ആള് വലിഞ്ഞേറി വന്ന പോലെയാണ് ആള്. ഇവിടെ അറിയാം, എന്റെ വീഡിയോയിൽ കാണുന്നവർക്ക് അറിയാം, ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ. സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ്. പക്ഷെ എന്താ, അമേരിക്ക വന്ന് ഫസ്റ്റ് ഡേയിൽ 2ാമത്തെ ദിവസമാണെന്ന്, 2ാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു. ഭയങ്കര പാവമായിരുന്നു, എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ആളുടെ മക്കളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല. ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ്. ഒരു 20 വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ഇപ്പൊ രാത്രി സമയം 12 മണിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ 12 മണിക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയാ, എനിക്കറിയില്ല ഞാൻ ഇപ്പൊ ഇവിടുന്ന് എങ്ങോട്ടാ പോവാന്നുള്ളത്. പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഈവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് ഈ രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. കാരണം അവർക്കൊരു മനസ്സില്ലല്ലോ, എനിക്കൊരു മനസ്സുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ആരെയും വിളിച്ച് ഈ രാത്രി ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അത് ജോർജിന്റെ മക്കളും ഒക്കെ വളരെ മോശമായിട്ട് ആണ് ട്രീറ്റ് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളുടെ വീട്ടിൽ പോലും അദ്ദേഹം റെന്റ് കൊടുത്ത് താമസിച്ചു എന്നാണ് അരുണിമ പറഞ്ഞിരുന്നത്. പക്ഷേ എല്ലാ കാര്യത്തിനും ഒരു മറുവശവും ഉണ്ട്. അത് പുറത്ത് വിട്ടത് മറ്റാരുമല്ല, ജോർജ് തന്നെയാണ് അരുണിമയുടെ ഈ കള്ളക്കളികളെല്ലാം പൊളിച്ചടുക്കിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റൊക്കെ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിൽ ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ അത് അദ്ദേഹം ഷെയർ ചെയ്തിരുന്നു. മൺഡേ മോർണിംഗ് കേറി സംസാരിച്ചു. എന്റെ അപ്പനും അമ്മയും ഒരു കാര്യം പറയുമ്പോൾ അത് എന്റെ ഉത്തരവാദിത്തം വെച്ച് ഞാൻ
അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ല. You don't go to now. ഇപ്പൊ പോണമെന്ന് ആരും ഇവിടെ പറഞ്ഞില്ല. ഇന്ന് പോണെന്ന് പറഞ്ഞിട്ടില്ല, നാളെ പോണെന്നാ പറഞ്ഞത്. നാളെ പോകണമെന്നല്ല പറഞ്ഞേ, മൺഡേ മോർണിംഗ് പോകണമെന്നാ പറഞ്ഞത്. You are going now. അങ്ങനെ പോകാൻ പാടില്ല അഗ്നിമാരുടെ. എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമായിട്ടല്ല ട്രാവൽ ചെയ്യുന്നത്. ഇതന്നെ 41ാമത്തെ രാജ്യമാണ്. നിങ്ങളെല്ലാം വീഡിയോ കാണുന്നല്ലേ ഞാൻ എവിടേക്കാ താമസിക്കുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നുള്ളത്. അല്ലെങ്കിൽ ഇതിനൊപ്പം ലോകം നാളെ പോകുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അത് നാളെ പോണെന്ന് പറഞ്ഞില്ലേ. ഞാൻ മൺഡേ നാളത്തേക്ക് വേറെ അക്കോമഡേഷൻ നോക്കണം. മൺഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞു. ഐ ഡിഡ് നോട്ട് സേ ടുമോറോ. ഡു നോട്ട് ട്രൈ. അതിന്റെ അർത്ഥം എന്തുവാ? എനിക്ക് നിങ്ങളുടെ നാട്ടിലുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. എന്റെ അപ്പനും അമ്മ എന്നെ സ്കൂളിൽ വിട്ട അതുപോലെയൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഡു നോട്ട് ഡിസ്റെസ്പെക്ട് മീ ഇൻ മൈ ഹോം. And that's the tone that you both of you guys are taking. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലായില്ലേ, അതായത് എന്റെ അടുത്തും അതേ രീതിയിലാണ് സംസാരിച്ചത്. അല്ല. Oh my ഞാൻ God. ഇത്രയും ആൾക്കാർക്ക് ഇവിടെ നീ എന്നോട് പറയാതെ നീ എന്നോട് ആദ്യം പറയാം. ഞാൻ ജസ്റ്റ് ബൈ പറയാൻ വേണ്ടിട്ട് ആളുകൾക്ക് സംസാരിച്ചു. അതൊക്കെ വഴിയെ നമ്മൾക്ക് കണ്ടിട്ട് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാം. അപ്പോൾ അരുണിമയെ ആ വീട്ടിൽ കൂടുതൽ ദിവസം താമസിപ്പിക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് ജോർജ് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കമൻറ്റ് ജോർജ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സമ്മതം പോലും ചോദിക്കാതെ അരുണിമ തൻ്റെ വീട്ടിൽ താമസിച്ചു എന്നാണ് ജോർജ് പറയുന്നത്. പിന്നെ ജോർജിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴേക്ക് ജോർജിൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നോ യാതൊരു സമ്മതവും ചോദിക്കാതെ ആ കുട്ടി അതുപോലും തിരക്കാനുള്ളൊരു മനസ്സ് കാണിച്ചിട്ടില്ലായിരുന്നു. കാരണം ഈ വ്ളോഗിങ്ങിനൊക്കെ പോകുന്നവർ ഇങ്ങനെ അന്യ രാജ്യങ്ങളിൽ പോയിട്ട് ഈ ഫുഡിനും അക്കോമഡേഷനും ഒക്കെ ചിലവ് ചുരുക്കാനായിട്ട് ഇങ്ങനെ ഓരോരോ വ്യക്തികളുടെ വീട്ടിലോട്ട് പോയി താമസിക്കുന്ന ഒരു പരിപാടി അവിടുത്തെ മിക്ക ആളുകൾക്കും അത് ഇഷ്ടമില്ല. അത് നമ്മൾ ഇന്നലെ തന്നെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാരണം അവിടെ ആൾക്കാർ വളരെയധികം പ്രൈവസി കീപ്പ് ചെയ്യുന്ന വ്യക്തിത്വം ഉള്ളവരാണ്. മാത്രവുമല്ല അവരുടെ കൾച്ചറും വളരെ വ്യത്യാസം ഉള്ളത് തന്നെയാണ്. അവരവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കുകയും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഒരു ജീവിത രീതിയാണ് അവർ ഫോളോ ചെയ്ത് പോകുന്നത്. അതിനിടയ്ക്ക് ചെന്നിട്ട് അവിടെ കയറി താമസിക്കുകയും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നത് അത്ര ഒരു നല്ല കാര്യമാണെന്ന് തോന്നുന്നില്ല. മാത്രവുമല്ല പിന്നെ സ്വന്തം ഭാഗം അതിലെന്ത് സംഭവിച്ചു എന്ന് ജോർജും പോസ്റ്റ് വഴിയും വീഡിയോ ഇതിൻ്റെ ക്ലിപ്പിങ്സ് വഴിയും ഒക്കെ കാണിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്തായിരുന്നു എന്ന് പുറം ലോകത്തിന് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു മറുഭാഗം അദ്ദേഹത്തിൻ്റെ വശത്തു നിന്നും വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവരും ഈ അരുണിമ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുകയും ജോർജിൻ്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തി അവരുടെ പേരിലൊരു തെറ്റിദ്ധാരണ തീർച്ചയായും ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് ആയിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്തിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കമൻസിലും പോസ്റ്റിലും ഒക്കെ പറയുന്നുണ്ട്. അതായത് ഇവിടെ ഒരു സാഹചര്യക്കുറവും ഉണ്ടായിട്ടില്ല. അരുണിമ മാത്രമല്ല വേറെ വ്ളോഗേഴ്സും ഒക്കെ എൻ്റെ കൂടെ വന്ന് താമസിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ വേറെയും കുറേ കാര്യങ്ങൾ ജോർജ് പറഞ്ഞിട്ടുണ്ട്. അരുണിമ ഇങ്ങനെ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം അന്യരാജ്യത്ത് ഒരു വീട്ടിൽ ചെന്നിട്ട് ഗസ്റ്റായിട്ട് താമസിക്കുമ്പോഴേക്കും ആ വീട്ടുകാരോട് ഇങ്ങനെ ഒരു കയർക്കുന്നത് പോലെയും ഡിസ്റെസ്പെക്ട്ഫുള്ളായിട്ടും ഒക്കെ സംസാരിക്കുന്നത് അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ പുള്ളിക്കാരി ഇങ്ങനെ ആ വീട്ടിൽ പോയിട്ട് സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം അവരുടെ ബിഹാഫിലാണ് അരുണിമ അങ്ങോട്ട് പോയതും US ട്രിപ്പിനുള്ള വിസ ഒത്തു കിട്ടിയതുമൊക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ മറന്നിട്ട് വളരെയധികം മോശപ്പെട്ടുള്ളൊരു രീതിയിൽ പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദ്യം ഈ പെൺകുട്ടിയോട് അവർ എന്തിനാണ് ഇത്രയും ക്രൂരത ചെയ്തത് എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആകുന്നത്. കാരണം അരുണിമയുടെ ഭാഗത്തു നിന്നും വളരെ മോശമായിട്ടുള്ളൊരു പ്രകടനം തന്നെയാണ് അവിടെ നടന്നത്. ഇത്തരത്തിൽ മറ്റൊരു രാജ്യത്തിൽ മറ്റൊരാളുടെ വീട്ടിലൊക്കെ പോവുകയും
അവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുകയോ ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്, പ്രത്യേകിച്ചും വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് അവരെക്കുറിച്ച് തന്നെ ഈ അരുണിമ പറയുന്ന കാര്യങ്ങളൊക്കെ മുമ്പൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ സത്യാവസ്ഥയൊക്കെ അതൊക്കെ ഒന്ന് മറച്ചു വെച്ചിട്ടാണ് വേറെ ഒരു രീതിയിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ടൊക്കെ സംസാരിക്കുന്നത്. പ്രധാനമായിട്ടും സാധാരണ തന്നെ ഈ വീട്ടിലൊക്കെ ഇങ്ങനെ വിസിറ്റേഴ്സൊക്കെ പോയിട്ട് ഇങ്ങനെ ചുമ്മാ താമസിക്കുന്നതൊക്കെ പലർക്കും ഇഷ്ടമാകില്ല. അതിൻ്റെ കൂടെ അവിടെ കയറിപ്പോയിട്ട് അവരുടെ ആതിഥേയത്വമൊക്കെ സ്വീകരിച്ചിട്ട് ഇത്രയും 2-3 ദിവസമൊക്കെ അവിടെ താമസിക്കുകയും ചെയ്തു. അതിനും ശേഷവും ഇങ്ങനെയൊക്കെ ഈ പുള്ളിക്കാരി സംസാരിക്കുന്നത്, അത് തീർച്ചയായിട്ടും പുള്ളിക്കാരിയുടെ പക്വതക്കുറവ് തന്നെയാണെന്നേ തോന്നുന്നുള്ളൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ എന്തായാലും ഇത്ര വരെ എത്തി. US ലോസ് വളരെ സ്ട്രിക്റ്റ് ആണ്, പ്രത്യേകിച്ചും വിസ സംബന്ധിച്ചിട്ടും ഈ താമസിക്കുന്ന കാര്യത്തിലുമൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിലപാടാണ് അവിടുത്തെ ഗവൺമെൻറ്റൊക്കെ സ്വീകരിക്കുന്നത്. പിന്നെ അത് മാത്രവുമല്ല, അവിടുത്തെ ഓരോരോ വീട്ടിലത്തെ ഓരോരോ അംഗങ്ങളും മറ്റുള്ളവർക്ക് ഒരു വിധത്തിലുള്ളൊരു ശല്യവും ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ അവർ സ്വന്തമായിട്ടൊക്കെ സമ്പാദിച്ച് സ്വന്തം കാലിൽ നിൽക്കുകയും സ്വന്തം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയും ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രകൃതക്കാരല്ല. അപ്പോൾ ഈ ഡിപ്പെൻഡൻസി വളരെയധികം കുറവുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അവരവരുടെ കാര്യം നല്ല രീതിയിൽ നോക്കി, ആണുങ്ങളായാലും ശരി പെണ്ണുങ്ങളായാലും ശരി, സ്വന്തം ജീവിതം അവരുടെ കാര്യങ്ങൾ അവർ വളരെ ബിസി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് അവർക്ക്. അതിനിടയിൽ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾക്കൊക്കെ അവർ മെനക്കെടാറുമില്ല. അപ്പോൾ എന്തായാലും ജോർജ് തൻ്റെ വശം പുറത്ത് കൊണ്ടുവന്നതോടുകൂടി ഇപ്പോൾ അരുണിമ ആകപ്പാടെ പെട്ട അവസ്ഥയിൽ തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഒരു പക്ഷേ ഈ യൂട്യൂബിൽ നിന്നും കിട്ടുന്ന കാശൊക്കെ വെച്ചിട്ടായിരിക്കും പുള്ളിക്കാരി ഈ യാത്രകളൊക്കെ പോകുന്നത്. അപ്പോൾ അതിൽ നിന്നും ഫുഡിനും അക്കോമഡേഷനും ഒക്കെ അവിടെ വളരെയധികം എക്സ്പെൻസീവായിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് അതിന് വേറെ ഒരു വഴി കണ്ടെത്താനാവാതെയായിരിക്കും ചിലപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത് എന്ന് തോന്നുന്നു. പക്ഷേ കാര്യങ്ങൾ എന്തൊക്കെയായാലും ഇതുവരെ എത്തി. പുള്ളിക്കാരി ശരിക്കും ഒന്ന് എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലോട്ട് പോവുകയും കാര്യങ്ങൾ ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥിതിയിൽ എത്തുകയും എല്ലാവരും കാര്യങ്ങൾ ലോകമെമ്പാടും ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഈ സംഗതികളുടെ ഈ ട്വിസ്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ഇപ്പോൾ ധാരാളം പേര് US ഒരുപാട് പേര് ഈ വീഡിയോസൊക്കെ കണ്ടു കാണും. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും അത് മറക്കാതെ ഇവിടെ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഇതുപോലെ പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.